കേന്ദ്രമന്ത്രിമാരുമായി കേരളത്തിലെ NDA സംഘം നടത്തുന്ന ചർച്ചയിൽ നിന്ന് തുഷാർ വെള്ളാപ്പള്ളി വിട്ടുനിൽക്കുന്നു. വാഗ്ദാനം നൽകിയ സ്ഥാനമാനങ്ങൾ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് തുഷാർ വിട്ടുനിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, BJPയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടത് മുതൽ അവർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത സ്ഥാനങ്ങൾ നൽകുന്നില്ല എന്നൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണോ തുഷാറിന്റെ വിട്ടുനിൽക്കലിനെ നോക്കിക്കാണേണ്ടത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും സോമി, അങ്ങനെ തന്നെയാണ് നമുക്ക് കാണേണ്ടത്. കാരണം BDJS ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ കാര്യമായിട്ടുള്ള യാതൊരു പ്രയോജനവും BJPയുടെ ഭാഗത്തു നിന്നും BDJS ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ NDA സഖ്യം എന്നുള്ള നിലയിൽ അവർ രൂപം കൊണ്ടിട്ട് പോലും വേണ്ടത്ര ഒരു സഹകരണം BJPയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് NDAന്റെ നേതാക്കൾ പറയുന്നത്. പ്രധാനമായിട്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഈ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും കാര്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേരാൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. തങ്ങൾക്ക് അനുവദിച്ചു തരും അല്ലെങ്കിൽ തങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്ന സ്ഥാനമാനങ്ങൾ പോലും നൽകാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മറ്റും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കാനുള്ള ചർച്ചയിൽ നിന്നും തുഷാർ വെള്ളാപ്പള്ളി വിട്ടുനിൽക്കുന്നത്. ഷാജഹാൻ, ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BDJSന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഔദ്യോഗികമായി തന്നെ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും BDJSന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ BJP നേതൃത്വവുമായിട്ടൊക്കെ തന്നെ ചർച്ച നടത്തി വന്നിരുന്നത്. എന്നാൽ ഈ ചർച്ചകൾ കാര്യമായിട്ടുള്ള ഒരു ചർച്ചകളിൽ നൽകിയിരുന്ന വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കാനായിട്ട് BJP നേതൃത്വം തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ പലതവണ BJP നേതൃത്വവുമായിട്ട് BDJSന്റെ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചകളൊന്നും തന്നെ ഫലവത്തായി മുൻപോട്ട് കൊണ്ടുപോകാൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞില്ല. കേരളത്തിൽ BJPക്ക് ഇപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചത് BDJS ആണ്. അതുകൊണ്ട് തന്നെ BDJSന് കാര്യമായിട്ടുള്ള ഒരു പരിഗണന ലഭിച്ചിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BDJS NDA സഖ്യത്തോടൊപ്പം ഉണ്ടാവില്ല, അല്ലെങ്കിൽ BJPയോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ് BDJS നേതാക്കൾ പറയുന്നത്. ഷാജഹാൻ, ഒപ്പം തന്നെ പല ഘട്ടങ്ങളിലും BDJS ഈ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടെ അതൃപ്തി വെളിവാക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രത്തെ കാണാൻ NDA സംഘം ഒരുങ്ങുമ്പോൾ അതിൽ നിന്നുള്ള ഈ വിട്ടുനിൽക്കൽ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് തന്നെയാണോ പോകുന്നത്? തീർച്ചയായിട്ടും സ്വാമി, കാരണം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഷാജഹാനിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, കേരളത്തിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NDA സംഘം ഇന്ന് കേന്ദ്ര മന്ത്രിമാരെ കാണാൻ ഒരുങ്ങുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയ BDJSന്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ഈ വിട്ടുനിൽക്കലിനെ താങ്കൾ വിശദീകരിക്കുന്നത്? ശ്രീ വെള്ളാപ്പള്ളി, ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു നിവേദക സംഘം BJPയുടെ നേതൃത്വത്തിൽ NDAയുടെ ഘടകകക്ഷികളുമായിട്ട് സെൻട്രൽ ഗവൺമെന്റിനെ കാണാൻ പോയിരിക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാത്ത അനുവാദം ഞങ്ങൾ വാങ്ങി എന്ന് കാണിക്കാനും അതോടൊപ്പം തന്നെ എല്ലാ ഘടകകക്ഷികളും NDAയുടെ ഘടകകക്ഷികളായ എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയം എന്ന നിലയിലുള്ള ഒരു യാത്രയല്ലാതെ ഇതിനെ കാണാൻ നിവൃത്തിയില്ല. കാരണം ഇതിൽ തന്നെ പോയിരിക്കുന്ന പലരും വളരെ നിരാശരാണ്. കാരണം ഈ യോഗത്തിൽ പോകുമ്പോൾ നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ജാനുവിനോടായാലും നമ്മുടെ അഡ്വക്കേറ്റ് രാജംബാബുവിനോടായാലും അതോടൊപ്പം തന്നെ SNDPയുടെ ജനറൽ സെക്രട്ടറി എന്നോടായാലും പല വാഗ്ദാനങ്ങൾ NDAയുടെ ഘടകകക്ഷികളായിട്ടുള്ള BDJSനോടും ചില വാക്കുകൾ ഇവർ പറഞ്ഞിരുന്നു. ആ വാക്കുകളൊന്നും നാളെ വരെ നിലനിന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അങ്ങേറ്റം അവഹേളിച്ചു എന്നുള്ളതിന് തെളിവായിട്ട് നിരത്താനുള്ളത് ഈ കേരള ഘടകം ഇപ്പോഴത്തെ പുതിയ നേതൃത്വം വരുമ്പോൾ, അതായത് കുമ്മനം വരുമ്പോഴെങ്കിലും ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഇതിനുള്ളിൽ അവർ പങ്കിട്ടെടുത്തത് രാജ്യസഭാ സീറ്റ് സുരേഷ് ഗോപി കൊടുത്തു, ലോക്സഭാ സീറ്റ് റിച്ചാർഡ് ഹേക്ക് കൊടുത്തു, കയർ ബോർഡ് മെമ്പറായിട്ട് CK പത്മനാഭന് കൊടുത്തു, FA സീറ്റിന്റെ ഡയറക്ടറായിട്ട് P വിജയകുമാറിന് കൊടുത്തു, കോക്കനട്ട് ബോർഡ് വൈസ് ചെയർമാനായിട്ട് PC മോഹനന് കൊടുത്തു, അതിലെ മെമ്പറായിട്ട് PR മുരളിക്ക് കൊടുത്തു,
കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് കെ വിജയകുമാർ, സജി എസ് പെൻമേലിൽ എന്നിവർക്ക് കൊടുത്തു. അതുകൂടാതെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി തുടർന്നോളൂ. അതുകൂടാതെ തന്നെ സെൻട്രൽ വയർ ഹൗസിംഗ് ബോർഡ് മെമ്പറിലേക്ക് അഡ്വക്കേറ്റ് നൌഷാദിന് കൊടുത്തു. കൊച്ചിൻ ഷിപ്പ് യാർഡ് ഡയറക്ടർ ബോർഡിലേക്ക് പി രാധാകൃഷ്ണൻ, അതുപോലെ 2 പ്രാവശ്യം ഒരാൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, 2 പോസ്റ്റുകൾ ഒരാൾക്ക്. ടി കൃഷ്ണദാസ്, അതോടൊപ്പം തന്നെ ഷാജി പൽപ്പു, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ കൗൺസിൽ മെമ്പറായ ബി രാധാകൃഷ്ണൻ വീണ്ടും കൊടുത്തിരിക്കുകയാണ് വി രാധാകൃഷ്ണന്. സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹൈക്കോടതിയിലേക്ക് 150 പേരെയാണ് ഹൈക്കോടതിയിലേക്ക് ആയിട്ട് നിയമിച്ച അഡ്വക്കേറ്റ്സ് ആയിട്ട്. എന്നിട്ട് പോലും രാജൻ ബാബുവിന് ഒരു ഇടവും കൊടുത്തില്ല. സെൻട്രൽ റെയിൽവേയിലേക്ക് പോസ്റ്റ് ചെയ്ത് 20 മെമ്പർമാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ പോസ്റ്റും ഈ പറഞ്ഞ ഘടകകക്ഷിയിൽപ്പെട്ട ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങേറ്റം അവജ്ഞയും അങ്ങേറ്റം പ്രതിഷേധാർഹമല്ല ഇത്. കൂടെ കണ്ടു നടന്ന് സ്റ്റൂപ്പ് കാണിച്ച് അറവശാലയിലേക്ക് കൊണ്ടുപോകുന്ന ആടിന്റെ അവസ്ഥയല്ലേ കണ്ടത്. തീർച്ചയായിട്ടും ശ്രീ വെള്ളാപ്പള്ളി, അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ NDA സംഘത്തിൽ നിന്നും BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി വിട്ടുനിൽക്കുന്നതെന്നാണോ താങ്കൾ പറയുന്നത്? എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വലിയ തെറ്റൊന്നുമില്ല. കാരണം ഇത് ഡൽഹി കാണാൻ പോയിട്ട് ഒരു കാര്യമില്ല. ഇതൊരു ന്യൂസ് മേക്കിംഗ് ഇരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഇതിന് ഒരു റിസൾട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ കൂടെ നിൽക്കുന്നവർക്കും കൂടെ അതിന്റെ റിസൾട്ട് അവരിൽ കൂടി കാണിക്കണ്ടേ? കാരണം ഇലക്ഷൻ തൊട്ട് നാളെ വരെ പരിശോധിച്ച് നോക്കിയാൽ ഈ കേരള ഘടകം BJP എന്ന് പറയുന്നത് ഒരാളില്ലാത്ത പാർട്ടിക്ക് ഈ കേരളം ഭരിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അതിനോടുകൂടി ഒത്തുനിന്ന പാർട്ടിയുണ്ട്, ഘടകകക്ഷിയാണ് ഇവരെല്ലാരും. അവരോടൊരു മര്യാദയും മാന്യതയും ഒന്നും ഇവരാരും കാണിച്ചിട്ടില്ല. കുമ്മനം വരുമ്പോഴെങ്കിലും ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കുമ്മനം വന്നിട്ട് പോലും ഒന്നും ചെയ്തില്ല. അതിന്റെ പ്രതിഷേധമായിരിക്കാം അവർ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ BDJSന്റെ വക്താവൊന്നുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കുള്ള SDP ജനറൽ സെക്രട്ടറി എന്നതിലുള്ള ഒരു പ്രതിഷേധവും വിഷവും സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഗുരുദേവന്റെ നാമകരണം ചെയ്യാമെന്ന് ഇവിടെയുള്ള BJP നേതാക്കന്മാരും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അത് പാർലമെന്റ് നടക്കുന്നതുകൊണ്ട് പറയുന്നില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നടപ്പിലാക്കി കാണാത്തതിനുള്ള ദുഃഖവും വിഷമവും ഞങ്ങൾക്കുണ്ട്. ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള BDJSന്റെ അതൃപ്തി പലതരത്തിൽ നിങ്ങൾ പുറത്തു കാട്ടിയതാണ്. ഇനി അമിത്ഷായുമായിട്ട് ഒരു ചർച്ച കൂടി നിലനിൽക്കുന്ന അതിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിലും അത്തരത്തിലൊരു സാധ്യതകൾ തെളിയുന്നില്ല എങ്കിൽ BJPയുമായുള്ള ബന്ധം വിച്ഛേദിക്കും അടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അതിനോടുള്ള താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? അതെനിക്ക് അറിയാമില്ല. അതെല്ലാം അവരുടെ പൊളിറ്റിക്കൽ തീരുമാനം അവരെടുത്താൽ അവർക്ക് കൊള്ളാം എന്നും ചവിട്ടും കൊണ്ട് ആരും കിടങ്ങും. അവർ മാത്രമല്ല, ഞാനും ഉൾപ്പെടെയല്ല, അവരുടെ ഘടകകക്ഷികൾ ആരായാലും ഈ കേരളത്തിലെ BJPക്കാരുടെ ചവിട്ടും തൊഴിയും കൊണ്ട് ഇങ്ങനെ കിടക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. എല്ലാം അവര് തീരുമാനിക്കേണ്ട, ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ല. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു BJP നിലപാടിൽ ോട് കടുത്ത അതൃപ്തി തന്നെയാണ് BDJSന് ഉള്ളത്. അത് വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള വ്യക്തമായ അതൃപ്തികൾ തുറന്നു തന്നെ പ്രകടിപ്പിക്കുന്ന തരത്തിലായിരിക്കുമോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനമൊക്കെ? ഉള്ള കാര്യം ഞാനെങ്കിലും പറയണ്ടേ? ഈ രാജ്യത്ത് സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ടാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ബാധ്യത SNDP യോഗത്തിനുണ്ട്. ആരായാലും പിന്നെ ഇതിന്റെ അനുഭവിക്കുന്ന ആളുകൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ട അവരുടെ ചുമതലയാണ്, എന്റെ ചുമതലയല്ല. SNDP യോഗത്തിനകത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഞാൻ എന്റെ പ്രതിഷേധം പറഞ്ഞത് ഈ യൂണിവേഴ്സിറ്റിക്ക് പേരിടാത്തില്ല ആ ഒരു വിഷയമേ പറഞ്ഞത്. ബാക്കി കാര്യങ്ങളെല്ലാം അതാത് കക്ഷികൾ ഘടകകക്ഷികളായ ഈ NDAയുടെ ഘടകകക്ഷികൾ അവരോരോരുത്തരും തീരുമാനിക്കുമെന്നേ എനിക്ക് പറയാൻ സാധിക്കും. വളരെയധികം നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും ഷാജഹാനിലേക്ക് തന്നെ പോകുന്നു. ഷാജഹാൻ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണമാണ് ഉണ്ടായത്. ഏതായാലും BJPയുടെ സമീപനത്തിൽ കടുത്ത അതൃപ്തി തന്നെയാണ് BDJSന് ഉള്ളത്. അത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ NDA സംഘത്തിനൊപ്പം പോകുന്ന NDA സംഘത്തിൽ നിന്നും BDJS വിട്ടു നിൽക്കുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു.
തീർച്ചയായിട്ടും ഭൂമി, നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് കാര്യമായിട്ടുള്ള ഒരു പുരോഗതി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഉണ്ടാക്കാൻ സാധിച്ചത് SNDP യോഗത്തിന്റെ അല്ലെങ്കിൽ BDJSന്റെ ഒരു കക്ഷി ചേരൽ കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇതിനു ശേഷം BDJSന് നൽകിയിരുന്ന യാതൊരുവിധ വാഗ്ദാനങ്ങളും പാലിച്ചിട്ടില്ല. ഇത്തരത്തിൽ പലതരത്തിൽ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിലുള്ള ഒരു പ്രതിഷേധം പല ഘട്ടങ്ങളിലും BDJSന്റെ നേതാക്കൾ BJP ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇത്തരം ചർച്ചകളിലൊക്കെ തന്നെ വാഗ്ദാനങ്ങൾ വീണ്ടും നൽകാമെന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് നൽകിയിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് ഏതാണ്ട് ഒരു വർഷമാകാൻ പോയിട്ട് പോലും കാര്യമായിട്ടുള്ള യാതൊരുവിധ നിലപാടുകളും BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നടക്കുന്ന NDA സഖ്യകക്ഷികളുമായിട്ടുള്ള BJP നേതൃത്വം നടത്തുന്ന ചർച്ചയിൽ നിന്നും BDJSന്റെ നേതാക്കൾ പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ആ ഒരു തീരുമാനത്തിന് പിന്നിലുള്ള കാരണത്തെക്കുറിച്ചാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അല്പം മുമ്പ് വിശദീകരിച്ചത്. BDJSന് നൽകാമെന്ന് പറഞ്ഞിരുന്ന യാതൊരുവിധ സ്ഥാനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ അധികാര സ്ഥാനങ്ങളും നൽകാൻ BJP ഇതുവരെ തയ്യാറായില്ല. മറിച്ച് BJPയുടെ നേതാക്കൾക്കും അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകർക്കും ഒക്കെ തന്നെ ഇത് യാതൊരുവിധ ദക്ഷിണവും കൂടാതെ വാരിക്കോരി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഷാജഹാനിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ BJP നേതാവ് ജോർജ് കുര്യൻ കൂടി ഈ അവസരത്തിൽ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുറന്ന് സമ്മതിക്കുകയാണ് BJPയുമായി സഖ്യമുണ്ടാക്കിയ സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇന്നിപ്പോൾ NDA സംഘം കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ അസാന്നിധ്യം അതുകൊണ്ട് തന്നെ ശ്രദ്ധേയവുമാകുന്നു. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഡൽഹിയിൽ പോയിരിക്കുന്നത്. കേരളത്തിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെയാണ്, കേരളത്തിലെ സർക്കാരെ ജനങ്ങളെ വലയ്ക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവിടെ ഭരണമില്ല, അതുപോലെ തന്നെ അരക്ഷിതാവസ്ഥയാണ്, അരാജകത്വമാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി വേറെന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറഞ്ഞോളുക. വെള്ളാപ്പള്ളി ബഹുമാന്യനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, അതിനെ മാനിക്കുന്നു. ശ്രീ ജോർജ് കുര്യൻ, വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് അരിവിഹിതം ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രി അനുമതി നൽകിയിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ NDA സംഘം കേന്ദ്രമന്ത്രിമാരുമായി ഒരു ചർച്ച നടത്തുന്നത് എന്നുള്ള ഒരു വിമർശനം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അല്ല, 20-ാം തീയതി 21-ാം തീയതി നിങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്നിരിക്കണം എന്നൊരു പ്രധാനമന്ത്രിയോട് പറഞ്ഞാൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രി അങ്ങനെ കൊടുത്തായിട്ട് അറിയില്ല. നിയമസഭയിൽ ഗുണ്ടയെ പോലെ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള സ്റ്റേറ്റാണ് കേരളമെന്ന് ഇന്നലെ എല്ലാവരും അറിഞ്ഞു. ഇങ്ങനെയുള്ള ജനങ്ങളുടെ പ്രശ്നമല്ല ഇവിടെ വിഷയം. അതുപോലെ സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിക്കുന്നതും രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒന്നുമല്ല, റേഷന്റെ കാര്യമൊന്നുമല്ല വിഷയം. ഞാനാരാണെന്നറിയാവോ, ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട്, നിന്നെ ശരിയാക്കി കളയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ആക്രോശിക്കുന്ന ഒരു നിയമസഭയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും NDAയുടെ നേതാക്കന്മാർ അവിടെ പോയിട്ട് കേന്ദ്രത്തിനോട് പറയുകയും കേരളത്തിന് ആവശ്യമായിട്ടുള്ള നേടിയെടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അതും ഇതുമൊക്കെ പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് പറഞ്ഞോളുക, ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെക്കുന്ന ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളടക്കം NDA സഖ്യത്തിന് ഏർപ്പെട്ടപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഓരോ ഘടകകക്ഷികൾക്കും നൽകിയ സ്ഥാനമാനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി ആ വിമർശനം ഉയർത്തുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി ബഹുമാന്യനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മാനിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തുന്ന കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അത് നിയമസഭയിൽ എന്താണ് നടക്കുന്നത്? ഇവിടുത്തെ ഭരണമുണ്ടോ? ഇവിടെ ഒരു അരക്ഷിതാവസ്ഥയല്ലേ, അരാജകത്വമല്ലേ, കുട്ടികൾക്കും സ്ത്രീകൾക്കും പോലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയല്ലേ, കൊലപാതകമല്ലേ, റേഷൻ വിതരണമില്ലല്ലോ. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ബാക്കിയുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള വെള്ളാപ്പള്ളിയുടെയൊക്കെ വിമർശനങ്ങൾ, അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ബഹുമാന്യത്തോടുകൂടി സ്വീകരിക്കുന്നു. അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അത് ഇപ്പൊ NDA സംഘം പോയിരിക്കുന്നത് കേരളത്തിലെ അരക്ഷിതാവസ്ഥ, അരാജകത്വം അവിടെ ബോധ്യപ്പെടുത്താനാണെന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അതും ഇതുമൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അത് രാഷ്ട്രീയമാണ്.
തീർച്ചയായിട്ടും ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന വിമർശനങ്ങളെ താങ്കൾ ആ നിലയ്ക്ക് തന്നെ കാണുകയും ഒപ്പം തന്നെ അവരുടെ പരാതികളെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും അവർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. ഒന്നാമത് NDA ഒരു സഖ്യകക്ഷിയാകുമ്പോഴത്തേക്ക്, ഒരു സഖ്യമാകുമ്പം അവർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും, അതിനെപ്പറ്റി പരിശോധിക്കും, അതിന്റെ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലെ കേരളം ബഹുമാനിക്കുന്ന ഒരു നേതാവ് പറയുന്ന അവസരത്തിൽ, SNDPയുടെ നേതാവ് പറയുന്ന അവസരത്തിൽ വളരെ ഗൗരവത്തിലെടുക്കുകയും അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അത് തീർച്ചയായിട്ടും പരിഹരിക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ സംശയം വേണ്ട. വളരെയധികം നന്ദി ശ്രീ ജോർജ് കുര്യൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. കേന്ദ്രമന്ത്രിമാരുമായി കേരളത്തിലെ NDA സംഘം നടത്തുന്ന ചർച്ചയിൽ നിന്ന് തുഷാർ വെള്ളാപ്പള്ളി വിട്ടുനിൽക്കുന്നു. വാഗ്ദാനം നൽകിയ സ്ഥാനമാനങ്ങൾ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് തുഷാർ വിട്ടുനിൽക്കുന്നത് എന്ന് ഉറപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. ഒപ്പം ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒപ്പം BJP നേതാവ് ജോർജ് കുര്യനും.